ദൈവത്തിൻ പൈതലെ നീ കലങ്ങിടുന്നോ? കർത്താവിൽ പൂർണ്ണമായി നീ ആശ്രയിക്കൂ. ദൈവത്തിൻ പൈതലെ നീ കലങ്ങിടുന്നോ? കർത്താവിൽ പൂർണ്ണമായി നീ ആശ്രയിക്കൂ. ഭാവിയെ ഓർത്തു നീ ഭാരപ്പെടുമ്പോൾ നിനക്കായി കരുതുന്നോൻ കൂടെയില്ലേ? ഭാവിയെ ഓർത്തു നീ ഭാരപ്പെടുമ്പോൾ നിനക്കായി കരുതുന്നോൻ കൂടെയില്ലേ? യഹോവ ശാലോം സമാധാനം നൽകും. യഹോവ ഈരെ കരുതിടും നിന്നെ. യഹോവ ശമ്മ കൂടെയുള്ളതാലേ യാതൊരു ഭാരവും വേണ്ടിനിയും. യഹോവ ശാലോം സമാധാനം നൽകും. യഹോവ ഈരെ കരുതിടും നിന്നെ. യഹോവ ശമ്മ കൂടെയുള്ളതാലേ യാതൊരു ഭാരവും വേണ്ടിനിയും. ഞാൻ മഹാവികൃതിയായിരുന്നു. കാണാനായിട്ട് ഒരു ഭംഗിയില്ലാത്തൊരു ചെക്കൻ. പച്ചനായി കഴിഞ്ഞപ്പോഴാണ് കുറേ പേര് പറഞ്ഞടാ ഇപ്പം ഇച്ചിരി വെളുക്കാനൊക്കെ തുടങ്ങി, ഇച്ചിരി തെളിച്ചൊക്കെ ഉണ്ടെന്നൊക്കെ പറയാൻ തുടങ്ങി. പണ്ട് എൻ്റെ കുഞ്ഞിലെ കാണാനായിട്ട് കറുമ്പൻ ഉണ്ണിപ്പിണ്ടി വയറും, ഇപ്പോഴത്തെ വയറ് അന്നേ ഉള്ള വയറാണ്. ഇങ്ങനെയുള്ള കാണാൻ ആരോ എന്നോട് പറഞ്ഞു, എടാ മുടി മുകളിലേക്ക് ചീകിയാൽ നിന്നെ കണ്ടാൽ ഷാരൂഖ് ഖാനെ പോലെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാനും മുടി മുകളിലേക്കാണ് ചീകിക്കൊണ്ടിരുന്നത്. അങ്ങനെ മുടിയൊക്കെ മുകളിലേക്ക് ചീകി ഈ കറുത്ത ഷാരൂഖ് ഖാൻ ഇങ്ങനെ മഹാവികൃതിയായിട്ട് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അങ്കിള് അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേര് ജോസ് എന്ന, എൻ്റെ ദൈവമേ ഒരു മാലാഖ കുഞ്ഞ്, എല്ലാ ദിവസവും പള്ളിയിൽ പോകും, ജപമാല ചൊല്ലും, നേതൃത്വം വഹിക്കുന്ന ഒരു മാലാഖ കുഞ്ഞ്. ഈ മാലാഖ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് ആലപ്പുഴയിലുള്ള ഒരു വിശുദ്ധനായ വൈദികൻ മോൺസിഞ്ഞോർ റൈനോൾഡ്സ് പുരക്കൽ, ഇപ്പോൾ ദൈവദാസന, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഞങ്ങളെ കൊണ്ടുപോയി എൻ്റെ അങ്കിൾ, അമ്മയുടെ ആങ്ങള, എൻ്റെ കസിൻ ബ്രദറിനെ, അദ്ദേഹത്തിൻ്റെ മകനെ കുറിച്ച് പറയുക, അച്ഛാ എൻ്റെ മകൻ മിടുക്കനാണ്. ഞാനപ്പുറത്തുണ്ടേ, എന്നെക്കുറിച്ചല്ല, നല്ല മിടുക്കനാണ്. അവൻ പ്രാർത്ഥിക്കുക അച്ഛാ, അവൻ ജപമാലയ്ക്ക് നേതൃത്വം കൊടുക്കുക അച്ഛാ, ഇവനെ ഒരു വൈദികനാക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എന്നെ നോക്കിയിട്ട് പറഞ്ഞു, ഇതെൻ്റെ പെങ്ങളുടെ മകനാണ്, മഹാവികൃതിയാണ്, ഒരു വക്കീലാകുമെന്നാണ് തോന്നണേ എന്നൊക്കെ എന്നെ പറഞ്ഞു. ഞാനിങ്ങനെ എൻ്റെ ഈശോയെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തലയൊക്കെ ചൊറിഞ്ഞ് നിൽക്കുന്ന സമയത്ത് എൻ്റെ അങ്കിള് അദ്ദേഹത്തിൻ്റെ മകനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് ഈ വല്യച്ഛൻ ആ ജോസിനെ നോക്കി, എന്നിട്ടും അപ്പുറത്ത് മാറി നിൽക്കുന്ന മഹാവികൃതിയായ മുടിയൊക്കെ ഇങ്ങനെ മുള്ളൻ മുടിയെ പോലെ സമ്മർ കട്ട്, മുള്ളംപന്നി എന്ന് കൂടി എന്നെ വിളിക്കുമായിരുന്നു പിള്ളേർ. ഇങ്ങനെ മുള്ളൻ മുടിയായിരുന്നു. ഇത് കട്ട് മാറ്റാൻ കാരണം ഒരിക്കലൊരു ചെക്കൻ വിളിച്ചു, ഷാരൂഖ് ഖാൻ എന്ന് വിളിച്ചപ്പോൾ ഞാൻ ചായയൊക്കെ വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. അപ്പം അന്ന് ചായ വാങ്ങിച്ചു കൊടുക്കാനുള്ള ത്രില്ല് നിൽക്കുന്ന സമയത്താണ് ഒരു പെൺകൊച്ചു പറഞ്ഞു, ഇതെന്താ ഷാരൂഖ് ഖാനോ, ചാണകക്കുഴി വീണ ഷാരൂഖ് ഖാനോ എന്ന് പറഞ്ഞു. അന്നാണ് ഞാൻ എൻ്റെ സമ്മർ കട്ട് മാറ്റിയത്. അപ്പം അതിനുശേഷമാണ് സൈഡിലേക്ക് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ കാണാനായിട്ട് ഭംഗിയില്ലാത്ത വികൃതിയായ ഉണ്ണിപ്പിണ്ടി വയറുള്ള സാധാരണക്കാരിൽ സാധാരണക്കാരനായ മനുഷ്യൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വരുന്നതിനെക്കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ വല്യച്ഛൻ എൻ്റെ കസിൻ ബ്രദറിനെ നോക്കി, എന്നെ നോക്കി, എന്നിട്ടൊരു ഉപദേശം കൊടുക്കുക. എനിക്കല്ല ഉപദേശം കൊടുക്കുന്നത്, എൻ്റെ കസിൻ ബ്രദറിനാണ്. നോക്കിയിട്ട് പറഞ്ഞു, എൻ്റെ മകനെ, നീ ഒരു വൈദികനാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം, എൻ്റെ കർത്താവേ അങ്ങയുടെ അൾത്താരയിൽ കയറാനുള്ള ഭാഗ്യം എനിക്ക് തരണമേ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്രയും പേരുടെ മുൻപിൽ വിശുദ്ധമായ ദേവാലയ അൾത്താരയുടെ മുൻപിൽ പറയുന്ന സാക്ഷ്യമാണ്. ഈ വല്യച്ഛൻ്റെ വാക്കുകൾ എനിക്കിപ്പോൾ കാണാൻ പറ്റുക. ഇതിങ്ങനെ നേരെ പുറത്തേക്ക് വന്ന് എൻ്റെ കസിൻ ബ്രദറിൻ്റെ ചെവിയുടെ ചുറ്റും ഇങ്ങനെ 2 തവണ ഇങ്ങനെ റൗണ്ട് അടിച്ച് അത് നേരെ വന്ന് പതിഞ്ഞത് ആരുടെ ചെവിയിലാണ്? എൻ്റെ ചെവിയിലാണ്. അന്നു മുതൽ എപ്പോഴെല്ലാം ഏതെങ്കിലും പള്ളിയിൽ ചെല്ലുന്നുവോ
അപ്പോഴെല്ലാം ഉറക്കെ പ്രാർത്ഥിക്കും, എൻ്റെ കർത്താവേ, അങ്ങയുടെ അൾത്താരയിൽ കയറാനുള്ള ഭാഗ്യം എനിക്ക് തരണമേ. പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നത്, ഞാൻ കുഞ്ഞായിരിക്കും ആദ്യ കുർബാനക്ക് പഠിക്കുന്ന സമയത്താണ്. ഞങ്ങളുടെ ഒരു കുഗ്രാമമാണ്. ഈ കുഗ്രാമത്തിന് മലയാളം മീഡിയമാണല്ലോ. ആദ്യ കുർബാനക്ക് പഠിക്കുന്ന സമയത്ത് ടൗണിൽ നിന്ന് ഇടയ്ക്ക് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന ഒരു ചെക്കൻ ഞങ്ങളുടെ ക്ലാസ്സിൽ ഇടയ്ക്ക് വന്ന് ചേർന്നതാണ്. ഇപ്പോൾ ഒരു കുഞ്ഞു സിസ്റ്ററാണ് ആദ്യ കുർബാനക്ക് ക്ലാസ് എടുക്കുന്നത്. ഇവനൊരു ദിവസം ചാടി എഴുന്നേറ്റ് സിസ്റ്ററിനോടൊരു ചോദ്യം, സിസ്റ്റർ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ക്രൂസിഫിക്സ് ആൻഡ് ദ ബ്ലെസ്സഡ് സാക്രമെന്റ്? സിസ്റ്ററെ, പരിശുദ്ധ കുർബാനയും ക്രൂശിത രൂപവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു കുഞ്ഞു സിസ്റ്റർ അല്ലേ. സിസ്റ്റർ ആദ്യം ഇങ്ങനെ ക്രൂശിത രൂപത്തിൽ ഈശോയുണ്ട്, അപ്പത്തിൽ ഈശോ ഉണ്ട് എന്നൊക്കെ കുഞ്ഞു സിസ്റ്റർ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഞാനിപ്പോഴും ഓർക്കുന്നത്, പിറ്റേ ദിവസം സിസ്റ്റർ ഞങ്ങളോട് വന്ന് പറഞ്ഞ കാര്യമാണ്. സിസ്റ്റർ ഞങ്ങളോട് വന്ന് പിന്നീട് ഇതിനെക്കുറിച്ച് പഠിച്ച സമയത്താണ് ഈ ഫോമിൽ സിസ്റ്റർ പിറ്റേ ദിവസം ഞങ്ങളോട് വന്ന് പറഞ്ഞത്, ഇൻ ദ ക്രൂസിഫിക്സ് യു ക്യാൻ സീ ജീസസ്, നിനക്ക് യേശുവിനെ കാണാൻ സാധിക്കും. ബട്ട് ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് ജീസസ് ഈസ് റിയലി പ്രസന്റ് ഇൻ ദ ക്രൂസിഫിക്സ്. എന്നാൽ നിർബന്ധമില്ല ക്രൂശിത രൂപത്തിൽ സത്യമായിട്ടും ഈശോ ഉണ്ടാകണമെന്ന്. കാരണം ക്രൂശിത രൂപത്തിൽ നമുക്കറിയാം, കർത്താവിൻ്റെ പീഡാസഹനത്തെക്കുറിച്ച് ധ്യാനിക്കാൻ, പ്രാർത്ഥിക്കാൻ സഭ തന്നിരിക്കുന്ന ആ രൂപമാണ് ക്രൂശിത രൂപം. അതിനെ കാണുമ്പോൾ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു, ചങ്ക് കുത്തി തുറന്ന് അതിൽ നിന്നും രക്തവും വെള്ളവും എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി ഒഴുക്കി എന്നുള്ള വലിയ ദൃഢമായ ബോധ്യമാണ് ക്രൂശിത രൂപത്തെ ധ്യാനിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. സിസ്റ്റർ പറഞ്ഞത്, ബട്ട് ഇൻ ദ ബ്ലെസ്സഡ് സാക്രമെന്റ്, എന്നാൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാനയിൽ ജീസസ് ഈസ് റിയലി 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 പ്രസന്റ് ഇൻ ദ ബ്ലെസ്സഡ് സാക്രമെന്റ്. എന്നാൽ പരിശുദ്ധ കുർബാനയിൽ സത്യമായിട്ടും സത്യമായിട്ടും ഈശോ എഴുന്നള്ളിയിരിക്കുക. എൻ്റെ കുഞ്ഞായിരുന്ന എൻ്റെ നിരന്തരമായ പ്രാർത്ഥന ഈ പരിശുദ്ധ കുർബാനയുടെ മുൻപിലാണ് നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചത്. സത്യമായിട്ടും ഈശോ എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ആദ്യ കുർബാന ക്ലാസ്സിൽ ആ സിസ്റ്റർ ഞങ്ങളെ പഠിപ്പിച്ചത് മനസ്സിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ആ കുർബാനയുടെ മുൻപിൽ നിന്നാണ് പ്രാർത്ഥിച്ചത്, എൻ്റെ കർത്താവേ, ഒരു പുരോഹിതനാകാൻ, ഒരു വൈദികനാകാൻ, അങ്ങയുടെ അൾത്താരയിൽ കയറാനുള്ള ഭാഗ്യം എനിക്ക് തരണമേ. നിരന്തരമായ എൻ്റെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് നൽകിയ ഉത്തരമാണ് എൻ്റെ പൗരോഹിത്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു വ്യക്തിയുടെ നിരന്തരമായ പ്രാർത്ഥനയ്ക്ക് കർത്താവ് കൊടുത്ത കൃപ, ദൈവശാസ്ത്ര പണ്ഡിതന്മാർ പറയും പ്രസാദപരം. പെന്തക്കോസ്തയിൽ അനുഭവിക്കുന്നവർ പറയും അധിക ബലം. അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം വാക്യം, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ഇറങ്ങി വരുമ്പോൾ നീ അധിക ബലം പ്രാപിക്കും. അപ്പൊ പെന്തക്കോസ്തയുടെ ഭാഷയിൽ പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ അധിക ബലം. ഈ അധിക ബലമാണ് പ്രിയപ്പെട്ടവരെ നമ്മളെ അസാധാരണക്കാരാക്കുന്നത്, നമ്മുടെ കുടുംബത്തിന് തെളിച്ചം തരുന്നത്, നമ്മുടെ മനസ്സിന് കൃപ നൽകുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കൂട്ടായ്മ വെറും ഹല്ലേലൂയ വിളികളിലോ എൻ്റെ കർത്താവേ നന്ദി സ്തോത്രം പ്രൈസ് ദ ലോർഡ് ഹല്ലേലൂയ പറഞ്ഞ് തീരേണ്ടതല്ല. ഈ മരുതോങ്കര കൺവെൻഷനിലൂടെ ബഹുമാനപ്പെട്ട അച്ഛന്മാരും സിസ്റ്റേഴ്സും ഈ ശുശ്രൂഷകരും ആഗ്രഹിക്കുന്നത് പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ ധ്യാനം കഴിയുമ്പോൾ എനിക്ക് യേശുക്രിസ്തുവുമായിട്ട് ഒരു വ്യക്തിപരമായ ബന്ധം ഉണ്ടാകണം. എന്താണ് ഉണ്ടാകേണ്ടത്? എനിക്ക് യേശുക്രിസ്തുവുമായിട്ട് ഒരു വ്യക്തിപരമായ ബന്ധം, എ റാഡിക്കൽ റിലേഷൻഷിപ്പ് വിത്ത് ജീസസ്.
യേശുവുമായിട്ടുള്ള ഹൃദയ ബന്ധം. അതായത് എനിക്ക് കർത്താവിനെ എനിക്ക് ഫീൽ ചെയ്യണം. കുറേ വർഷങ്ങൾക്ക് മുൻപ് പെരിന്തൽമണ്ണയിൽ അച്ഛൻ അവിടെ ഇടവക പള്ളിയിൽ ഇരിക്കുക. അവിടെ നല്ലൊരു ഡിവൈൻ കൂട്ടായ്മയുണ്ട്. ഇങ്ങനെ നല്ല ഒരു 10-40 പേരുടെ കൂട്ടായ്മയാണ്. ഞാൻ തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നത്. ഒരു ദിവസം പെട്ടെന്ന് എന്നെ കാണാനായിട്ട് ആൾക്കാർ വന്നപ്പോൾ ഞാൻ അടുത്തിരുന്ന ശാന്തി ചേച്ചിയോട് പറഞ്ഞു, ശാന്തി ചേച്ചി, അച്ഛൻ വരുന്നത് വരെ ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കാവോ? അങ്ങനെ ചേച്ചി പറഞ്ഞു, അതെ അച്ഛ കൊടുക്കാം. ഈ ശാന്തി ചേച്ചിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലും തൊലിയുമായി, ഞാൻ എന്നെക്കുറിച്ച് പണ്ട് പറഞ്ഞില്ലേ, കറുത്ത് കരുവാളിച്ചിരുന്ന, എന്നേക്കാൾ കറുത്ത് കരുവാളിച്ചിരിക്കുന്ന എല്ലും തൊലിയുമായ ശാന്തി ചേച്ചിയെ ഏൽപ്പിച്ചിട്ട് ഞാൻ പുറത്തുപോയി. മടങ്ങി വന്നപ്പോൾ കണ്ടത് വലിയൊരു അത്ഭുതമാണ്. വേറെ ഒന്നുമല്ല അത്ഭുതം. നേരത്തെ പറഞ്ഞില്ലേ അച്ഛൻ കരിസ്മാറ്റിക് റിന്യൂവലിനെ കുറിച്ച് ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ടെന്ന്. റോമിൽ അതിനുവേണ്ടി അനവധി ദൈവശാസ്ത്ര പണ്ഡിതന്മാരുടെ കർദിനാൾമാരുടെ ക്ലാസ്സുകളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ പള്ളിയിലേക്ക് വന്നപ്പോൾ ഈ ശാന്തി ചേച്ചി പറയുന്ന, അവിടെ എഴുന്നേറ്റ് നിന്ന് വചനം പറയുക, അവര് പറയുന്നതിനോളം ശക്തമായ ഒരു വചനപ്രഘോഷണം ഞാൻ ഇതേവരെ കേട്ടിട്ടില്ല. കാരണം ശാന്തി ചേച്ചി എഴുന്നേറ്റ് നിന്ന് പറയുന്നത്, തന്നോടൊപ്പം ജീവിക്കുന്ന, തൻ്റെ കഷ്ടതകളിൽ, തൻ്റെ വേദനകളിൽ അവർ പറയുക, എൻ്റെ കർത്താവ് എന്നോടൊപ്പം ജീവിക്കുന്നു. ഈ മരുതോങ്കര കൺവെൻഷനിലൂടെ സഭ ആഗ്രഹിക്കുന്നത് യേശുക്രിസ്തുവുമായിട്ടുള്ള ഇങ്ങനെയുള്ളൊരു വ്യക്തിപരമായ ബന്ധമാണ്. നമ്മുടെ സഹനത്തില്, സങ്കടങ്ങളില്, സന്തോഷത്തില് കർത്താവിനെ അനുഭവിക്കാൻ, കർത്താവിനെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ഈ കൺവെൻഷന്റെ രണ്ടാമത്തെ ഉദ്ദേശം ഉറപ്പായിട്ടും ഈ ശുശ്രൂഷകര് ആഗ്രഹിക്കുന്നത് ദൈവജനത്തിന് പരിശുദ്ധാത്മാവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധമാണ്. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ വ്യക്തിപരമായി സ്വീകരിച്ച് അവിടുത്തെ ശക്തിയും സാന്നിധ്യവും അനുഭവിച്ചറിയണം. നോക്കിയ കത്തോലിക്ക സഭയുടെ ആധ്യാത്മികതയുടെ കേന്ദ്രമാണ് അച്ഛൻ പറഞ്ഞത്. ജീസസുമായിട്ടുള്ള പേഴ്സണൽ റാഡിക്കൽ റിലേഷൻഷിപ്പ്, എ ഹാർട്ട് ടു ഹാർട്ട് റിലേഷൻഷിപ്പ്. രണ്ടാമത്തത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും സാന്നിധ്യവും എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിയണം. ഞാൻ 2 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒന്ന്, ഏറ്റവും വലിയ ഡോക്ടറായ ക്രിസ്തുവിനെ കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. പിന്നീട് ഞാൻ കണ്ട വിടുതൽ, എൻ്റെ പഠനത്തിലുള്ള വിടുതലിൻ്റെ ഭൂതാച്ചാടകനായ വിടുതൽ നടത്തുന്ന കർത്താവിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. അതിന് മുൻപ് സഭയുടെ ആധ്യാത്മികതയുടെ കേന്ദ്രമായ 2 വചനങ്ങൾ പറയാൻ ആഗ്രഹിക്കുക. ഒന്ന് വലതുകര ഉയർത്തിപ്പിടിച്ച് ഈ വചനം എന്ന് പറഞ്ഞ് ലൂക്കായുടെ സുവിശേഷം 24:49. ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. ഉന്നതങ്ങളിൽ നിന്ന് ശക്തി ലഭിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. ഉന്നതങ്ങളിൽ നിന്ന് ശക്തി ലഭിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്തിക്കോ. ഉദ്ധിതനായ ക്രിസ്തു ഈശോയെ ശിഷ്യന്മാർ കണ്ടുമുട്ടിയത് എങ്ങനെയാ? സ്നാപയോഹന്നാൻ ശിഷ്യന്മാരോട് ഈശോ അതിലൂടെ കടന്നുപോയപ്പോൾ വിളിച്ചു പറഞ്ഞു, എക്കോലോ agnello di Dio che toglie i peccati del mondo. മനസ്സിലായോ? ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. എക്കോലോ, ഇതാ agnello di Dio, ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. വചനം പറയുന്നത് ശിഷ്യന്മാര് യോഹന്നാനെ വിട്ട് നേരെ ഈശോയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു, റബ്ബി ദോവേ ആബിത്തി, ഗുരുവേ അങ്ങ് എവിടെയാണ് താമസിക്കുന്നത്? അപ്പോൾ ഗുരു പറഞ്ഞു, വെനീത്തെ വെതറേത്തെ, വരുവിൻ, വന്ന് കാണുവിൻ.
അവർ വന്ന് ഈശോയോടൊപ്പം വസിക്കുക. ഇപ്പം ഈ 4-5 ദിവസം ഈ മരുതോങ്കര ദേശത്ത് കത്തോലിക്കാ സഭ നമ്മളെ വിളിച്ചത് വെനീത്തെ വെതറേത്തെ, വരുവിൻ വന്ന് കാണുവിൻ. ഈ ദിവസങ്ങളിൽ വചനാഭിഷേകം കൊണ്ട് കർത്താവിനെ കണ്ടുമുട്ടുക. ഇവര് വസിച്ചതിന് ശേഷം ഇവര് പുറത്തേക്ക് ഇറങ്ങി വിളിച്ചു പറയാ, അബിയാമോ വീസ്തോയിൽ സിഞ്ഞോറെ, ഞങ്ങൾ രക്ഷകനെ കണ്ടു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. അബിയാമോ വീസ്തോയിൽ സിഞ്ഞോറെ, ഞങ്ങൾ കർത്താവിനെ കണ്ടു. ഈശോയെ, ഈ ശുശ്രൂഷയിലൂടെ ആഗ്രഹിക്കുന്നത് കർത്താവിനെ വ്യക്തിപരമായിട്ട് കാണാനാണ്. ഇങ്ങനെ വ്യക്തിപരമായിട്ട് കണ്ടവര് അവരോട് ഈശോ പറയുന്ന വാക്കുകളാ, നിങ്ങൾ ഈ ദേവാലയം വിട്ടു പോകരുത്, ഈ പടത്തുകടവ് ഈ പള്ളി വിട്ടു പോകരുത്. ഇവിടെ നിങ്ങളെ വിളിച്ചു കൂട്ടിയിരിക്കുന്നത് നിങ്ങൾ ഇവിടെ ആയിരിക്കണം. പരിശുദ്ധാത്മാവിനെ ഈ പ്രാർത്ഥനയുടെ അവസാന നിമിഷത്തില് ഹോളി സ്പിരിറ്റ്, ദൈവത്തിന്റെ ആത്മാവ്, വിടുതലിന്റെ ആത്മാവ്, കടബാധ്യതകളെ ബന്ധിക്കുന്ന, രോഗത്തെ ശാസിക്കുന്ന, തിന്മകളെ ബഹിഷ്കരിക്കുന്ന കലഹത്തിന്റെ ദുരാത്മാവിനെ I rebuke and I command every spirit of evil to depart from these people എന്ന് പറയുമ്പോൾ ഈ തിന്മകളുടെ ബന്ധനങ്ങൾ വിട്ടുപോകാൻ, ഉന്നതങ്ങളിൽ നിന്ന് ശക്തി ലഭിക്കുന്നത് വരെ ഏകാഗ്രതയോടെ തീഷ്ണതയോടെ പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ചുകൊണ്ട് നിൽക്കണം. ഇപ്പൊ കർത്താവ് വാഗ്ദാനം ചെയ്തു, നിങ്ങൾക്കൊരു സഹായകൻ, പാരാക്ലീത്തോസ്, ഹെൽപ്പർ, നിങ്ങളുടെ സങ്കടങ്ങളില്, നിങ്ങളുടെ രോഗങ്ങളില് നിങ്ങൾക്ക് സഹായം ആവശ്യമുള്ളപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ച് നിൽക്കുമ്പോൾ, ഞാൻ വിഷമിച്ചൊരു കാര്യം പറയാം. കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പൊ കർത്താവ് തോന്നിപ്പിക്കുന്ന ഒരു കാര്യം, ഞാൻ ഇറ്റലിയിൽ ചെന്ന സമയത്ത് കുറച്ച് ചെറിയ ശുശ്രൂഷയൊക്കെ ആരംഭിച്ചു. അവിടെ ഒരു സിസ്റ്റർ എന്നെ വിളിച്ചു, അതായത് മലയാളികളുടെ അടുത്തൊക്കെ കുറച്ച് ചെറിയ ശുശ്രൂഷയൊക്കെ ആരംഭിച്ചു. സൗത്ത് ഇറ്റലിയിൽ നിന്നൊരു സിസ്റ്റർ വിളിക്കുക, അച്ഛാ ഒരു 5 ദിവസത്തെ കൺവെൻഷൻ നടത്താൻ വരാമോ? അപ്പം ഞാൻ പറഞ്ഞു, സിസ്റ്ററെ എനിക്ക് ഇറ്റാലിയൻ അറിയില്ല, ഞാൻ വന്നിട്ട് 3 മാസം പോലും ആയിട്ടില്ല, അപ്പം അതുകൊണ്ട് ഇറ്റാലിയൻ അറിയില്ല. അപ്പം സിസ്റ്റർ പറഞ്ഞു, അച്ഛനൊരു കാര്യം ചെയ്താൽ മതി, ഇംഗ്ലീഷിൽ ഒരുങ്ങി വന്നാൽ മതി. അപ്പം ഞാനോടത്ത് ഓക്കെ, ഞാൻ മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ പള്ളിയിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ ഇംഗ്ലീഷ് പ്രസംഗം പറഞ്ഞ ശീലമുണ്ട്. അപ്പം അതുകൊണ്ട് അതും അത്ര നല്ല ഇംഗ്ലീഷ് അല്ല എങ്കിലും എനിക്ക് വലിയത്. അപ്പം ഞാനിങ്ങനെ നെറ്റിൽ നിന്നൊക്കെ വലിയ പ്രസംഗങ്ങളൊക്കെ എടുത്ത് ഇംഗ്ലീഷ് പ്രസംഗവുമായിട്ട് സൗത്ത് ഇറ്റലിയിൽ കതൻസാറോ എന്ന സ്ഥലത്ത് പ്രസംഗിക്കാൻ ചെല്ലുക. അവിടെ ചെന്നപ്പോൾ അവർ ആ ഭാഗത്തൊക്കെ വലിയ പബ്ലിസിറ്റി കൊടുത്തിരിക്കുക, ഇതാ ഇന്ത്യയിൽ നിന്ന് ഒരച്ഛൻ വരുന്നുണ്ട്, രോഗശാന്തി ശുശ്രൂഷ, വിടുതൽ ശുശ്രൂഷ. എന്നിട്ട് ഒരു വലിയ പള്ളി, ഇതിൻ്റെ ഒരു 4 ഇരട്ടി വലിപ്പമുള്ള ഒരു ദേവാലയം നിറച്ച് ജനമാണ്, ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുക. ഞാനിങ്ങനെ എൻ്റെ കർത്താവേ എന്നൊക്കെ പറഞ്ഞ് ചെല്ലുക. അപ്പോഴാണ് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട്, ഞാൻ ഇംഗ്ലീഷ് പറയുമ്പോൾ അത് ഇറ്റാലിയനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അവർ കൊണ്ടുവന്നിരിക്കുന്നത് ഏറ്റവും പ്രൊഫഷണലായിട്ടുള്ള ഒരു അമേരിക്കക്കാരത്തിനെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഞാൻ ഇംഗ്ലീഷിൽ പറയുന്ന പ്രസംഗം ഈ അമേരിക്കക്കാരത്തി ഇറ്റാലിയനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. അങ്ങനെ ഞങ്ങൾ ഒരുങ്ങി പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ പ്രസംഗം ആരംഭിച്ചു. മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. മദാമക്ക് അത് മനസ്സിലായി. മദാമ പറഞ്ഞു, കാരി ഫ്രത്തല്ലിയ സൊറല്ലനൽ നോമതി ജസു, ഈശോയുടെ നാമത്തിൽ സഹോദരി സഹോദരന്മാരെ, എൻ്റെ പ്രിയപ്പെട്ടവരെ. പിന്നീട് ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ച് സെമിനാരിൽ ചെന്നപ്പോഴാണ് ഇംഗ്ലീഷ് പറയാൻ തുടങ്ങിയത്. ഞാൻ പറയണ ഇംഗ്ലീഷ് ഈ അമേരിക്കക്കാരത്തിക്കും മനസ്സിലായില്ല, അമേരിക്കക്കാരത്തി പറയണ ഇംഗ്ലീഷ് എനിക്കും മനസ്സിലായില്ല. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ആ പള്ളി നിറച്ച 1000-ത്തിനടുത്ത ആൾക്കാരുണ്ടാകാം. ഇവരിങ്ങനെ നിൽക്കുക. ഞാൻ എൻ്റെ ഇംഗ്ലീഷ് പറഞ്ഞ്, നമ്മുടെ മലയാളം ഇംഗ്ലീഷല്ലേ, ഞാനിങ്ങനെ വളരെ കത്തിയൊക്കെ പറയാൻ നോക്കുന്നുണ്ട്. ഈ മദാമ്മക്കൊന്നും മനസ്സിലാകാഞ്ഞിട്ട് ആകെ ഒരു 10 മിനിറ്റ് അങ്ങനെ പിരിമുറുക്കമായി. ഞാനും ആകെ അസ്വസ്ഥനായി. എൻ്റെ കർത്താവ് ഇനി എന്ത് ചെയ്യും?
അപ്പോഴാ പ്രിയപ്പെട്ടവരെ സഹായകൻ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ്. നമ്മൾ ഭാഷാപരം, ഇവിടെ ഭാഷാപരത്തെ കരിസ്മാറ്റിക് റിന്യൂവലിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട ഭാഷാപരത്തെക്കുറിച്ചാണ്. എന്താണ് ഈ ഭാഷാപരം? എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് ഭാഷാപരം തന്ന് അനുഗ്രഹിച്ചത് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച കാര്യമാണ് പറയുന്നത്. സഹായം ആവശ്യം നമ്മൾ പെട്ടുപോകണ സമയത്ത്, ഇത് പെട്ടുപോയിരിക്കല്ലേ, എന്ത് പറയണമെന്നറിയാതെ. കാരണം 3 മാസം കൊണ്ട്, അച്ഛനോടൊക്കെ ചോദിച്ചാൽ മനസ്സിലാകും, 3 മാസം കൊണ്ട് ആർക്കും ഇറ്റാലിയൻ പറയാൻ പറ്റില്ല. വല്ല എന്തെങ്കിലും ഗ്രാസിയെ പ്രേഗോ എന്നൊക്കെ പറയാൻ പറ്റുമെന്നല്ലാതെ ഇറ്റാലിയനിൽ പ്രസംഗിക്കാൻ പറ്റും. 5 ദിവസത്തെ കൺവെൻഷൻ. ഞാൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവേ, ദൈവത്തിൻ്റെ ആത്മാവേ, അത്ഭുതം പ്രവർത്തിക്കണമേ. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 3 മുതൽ 4 വരെ പറയുന്നത് നമുക്കറിയാമല്ലോ. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേൽ വന്ന് നിൽക്കുന്നതായി അവർ കണ്ടു. ജീസസ്, വെരി പവർഫുൾ. സഭയുടെ ആരംഭം, ആദ്യത്തെ വചനം പറഞ്ഞു, ഈശോ വാഗ്ദാനം ചെയ്തു, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ആകുലപ്പെടേണ്ട, നിങ്ങൾ അസ്വസ്ഥരാകേണ്ട, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്കൊരു സഹായകൻ, ഹെൽപ്പർ, പാരാക്ലീത്തോസ് നിങ്ങൾക്ക് അയച്ചു തരാൻ പോകുക. നിങ്ങളുടെ വേദനകളിൽ, രോഗങ്ങളിൽ എന്ത് ചെയ്യണമെന്നറിയാതെ വൈദ്യശാസ്ത്രം വരെ കൈവിട്ട രോഗാവസ്ഥകളിൽ എനിക്കൊരു അനുഭവമുണ്ട്. എൻ്റെ പള്ളിയിൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ആയിരങ്ങൾ തടിച്ചു കൂടുന്ന ശുശ്രൂഷയുള്ള ദേവാലയം. ഒരിക്കൽ ഒരു സഹോദരി വന്ന് പറഞ്ഞു, അച്ഛാ, ഞാനൊരു ക്യാൻസർ രോഗിയാണ്, എൻ്റെ ക്യാൻസറിന് സർജറി വേണം. ഹൃദയത്തോട് ചേർന്ന് അതിൻ്റെ സയൻറ്റിഫിക്കൽ എക്സ്പ്ലനേഷൻ പറയാനായിട്ട് എനിക്ക് സാധിക്കില്ല. അവർ പറഞ്ഞു, അച്ഛാ, സർജറി ചെയ്യാൻ പറ്റാത്തതിന് കാരണം ഹൃദയത്തോട് ചേർന്ന് ഒരുതരം ദുഷിച്ച ദ്രാവകമുണ്ട്, അത് കാരണം സർജറി ചെയ്യാൻ പറ്റുന്നില്ല. ഈ അടുത്തും അങ്ങനെ ഒരു കേസ് വന്നിട്ടുണ്ട്. ഇങ്ങനെ എന്തോ ഒരു ദുഷിച്ച ദ്രാവകം കെട്ടിക്കിടക്കുന്നത് കൊണ്ട് ഡോക്ടർമാർക്ക് സർജറി ചെയ്യാൻ പറ്റുന്നില്ല. ഇവരോട് ഞാൻ പറഞ്ഞു, സഹോദരി, അച്ഛനും ആൾക്കാരും പ്രാർത്ഥിക്കാം. ഇത് വളരെ സീരിയസ് കേസ് ആയതുകൊണ്ട് ആ സഹോദരിയെ പള്ളിയുടെ മുൻപിൽ, എല്ലാവരുടെ മുൻപിൽ നിർത്തി. എന്നിട്ട് എല്ലാവരോടും പറഞ്ഞു, നമുക്ക് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവാത്മാവിനോട്, പരിശുദ്ധാത്മാവിനെ വിളിച്ച് അഭിഷേകത്തോടെ ഈ മകൾക്ക് വേണ്ടി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെല്ലാവരും കരഞ്ഞു പ്രാർത്ഥിച്ചു. കാരണം കരഞ്ഞു, കർത്താവേ, പരിശുദ്ധാത്മാവേ, നിന്റെ ശക്തിയാൽ ഈ മകൾക്ക് അത്ഭുതകരമായ വിടുതൽ ലഭിക്കട്ടെ. പരിശുദ്ധാത്മാവേ, ഈ മകളുടെ മേൽ ഇറങ്ങി വരട്ടെ. അങ്ങനെ പ്രാർത്ഥിച്ച് 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 ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിച്ചു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഈശോയെ സൗഖ്യം കൊടുക്കണമേ, അത്ഭുത വിടുതൽ കൊടുക്കണമേ. ഇത് കഴിഞ്ഞപ്പോൾ ഈ സഹോദരി വന്ന് പറഞ്ഞ സാക്ഷ്യമാണ്, അച്ഛാ, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു പ്രാവിനെ കാണുകയാണ്. ഇത് അവരുടെ ആധ്യാത്മികതയാണ്. അവർ പറയോ, ഞാനിങ്ങനെ ഒരു പ്രാവ് എൻ്റെ തലയിലേക്ക് വന്ന് എൻ്റെ ശരീരത്തിലേക്ക് ഇറങ്ങി ഈ ഹൃദയത്തിൻ്റെ അടുത്തുള്ള ആ ദുഷിച്ച ദ്രാവകം കൊത്തി കുടിക്കുന്നതായിട്ട് ഞാൻ കണ്ടുവച്ച. അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി, ഇത് ഈശോ തന്ന വലിയ ദർശനമാണ്. ഉറപ്പായിട്ട് ചേച്ചി വിശ്വസിച്ചോ, ഈശോ പരിശുദ്ധാത്മാവിനെ സഹായകനെ അയച്ച് ചേച്ചിയുടെ ഈ ദുർഗതിയിൽ, ചേച്ചിയുടെ വിഷമം നിറഞ്ഞ അവസ്ഥയിൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് ചേച്ചിക്ക് സഹായം തന്നിരിക്കുക. ഈ ചേച്ചി വിശ്വസിച്ചുകൊണ്ട് പിറ്റേ ദിവസം ബോംബെയിലേക്ക് പോകുക. അവിടെ സർജറി ചെയ്യേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 ദിവസം മുമ്പ് വരെ ഈ ദുഷിച്ച ദ്രാവകം മൂലം സ്കാൻ ചെയ്തപ്പോൾ ഇതുമൂലം സർജറി ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ ഡോക്ടർമാർ വീണ്ടും സ്കാൻ ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ എന്ത് ട്രീറ്റ്മെൻറ്റാണ് എടുത്തത്, എന്താ നടന്നത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ചേച്ചി ടെലിഫോൺ ചെയ്ത് പറയുക, എൻ്റെ അച്ഛാ, പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടില്ലേ, അത് ശരിക്കും സത്യമായി. എൻ്റെ ഹൃദയത്തിനടുത്തുള്ള ആ ദുഷിച്ച ദ്രാവകം വറ്റിപ്പോയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കിക്കേ, സഭയുടെ ആരംഭത്തിൽ തന്നെ അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേൽ വന്ന് നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. ജീസസ്,
നമ്മുടെ കുടുംബങ്ങൾ ഈ ധ്യാനം കഴിയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതാണ്, ഇവിടുത്തെ ശുശ്രൂഷകർ ആഗ്രഹിക്കുന്നതാ, പരിശുദ്ധാത്മാവ് വന്ന് നിറയുക, അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടക്കുക. ഈ പരിശുദ്ധാത്മാവ് വന്ന് നിറയുമ്പോൾ എന്ത് സംഭവിക്കും? വലിയൊരു അത്ഭുതം. നമുക്ക് സമയക്കുറവുള്ളത് കൊണ്ട് വേഗം ഉദാഹരണങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് വലിയ അത്ഭുതം നടക്കാൻ പോകുക. ഏറ്റവും വലിയ അത്ഭുതം എന്താ? നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമായി മാറാൻ പോകുക. ഈ പരിശുദ്ധാത്മാവ് വരുമ്പോൾ പൗലോസ്ലീഹ പറയുന്നത് പോലെ യുവർ ബോഡി ഈസ് ദ ടെമ്പിൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്.